IAS കൂടി ഇങ്ങനെ ആയാൽ പിന്നെ എന്താണ് ഈ നാടിനൊരു പ്രതീക്ഷ വരുന്നത്? കിഫ്ബിയുടെ പേരിൽ വലിയ വികസന പ്രവർത്തനം നടത്തുന്നു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. കിഫ്ബി തന്നെ അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, പ്രോജക്റ്റ് പീരീഡ് കഴിഞ്ഞു, ഇനി ആവശ്യമില്ല എന്നാണ് അതിൻ്റെ ഉപജ്ഞാതാക്കളിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകളിൽ പ്രധാനിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് പറയുന്നത്. എന്തായാലും ഡോക്ടർ കെ എം എബ്രഹാം IAS എന്ന് പറയുന്നത് മാണിസാറിൻ്റെ മാനസപുത്രനെ പോലെ ധനകാര്യ വകുപ്പിൽ മുടിചൂടാ മന്നനായി ധനകാര്യ സെക്രട്ടറി ആയിരുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് LDFന് അനഭിമതനായിരുന്നെങ്കിലും കിഫ്ബി വന്നതോടുകൂടി LDFൻ്റെയും മാനസപുത്രനായി, ADBയുടെയും വേൾഡ് ബാങ്കിൻ്റെയും IMFൻ്റെയും ഒക്കെ വേണ്ടപ്പെട്ട ആളായി, കേരളത്തിൽ നടക്കുന്ന എല്ലാ പരിഷ്കാരങ്ങളുടെയും അപ്പോസ്തലനായി മാറി. അങ്ങനെ അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷവും വലിയ ശമ്പളം കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ വലിയ വിവാദമാണ്. അതിനിടയിലാണ് തിരുവനന്തപുരത്ത് ഫ്ലാറ്റ്, കൊച്ചിയിൽ ഫ്ലാറ്റ്, കൊല്ലത്ത് ഫ്ലാറ്റ്, നാടായ ഫ്ലാറ്റുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഇങ്ങനെ മുച്ചൂട് മുടിക്കുന്ന അഴിമതിയെക്കുറിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. വിജിലൻസ് കോടതി അന്വേഷിച്ചാൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചത് ശരിയായില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി ഓഫീസിൽ വീണ്ടും ഇരിക്കുന്നു. നേരത്തെ ഒരു ശിവശങ്കരൻ ഉണ്ടായിരുന്നു. ശിവശങ്കർ വളരെയധികം കഴിവുള്ള ഉദ്യോഗസ്ഥനാണ്. IT മേഖലയിൽ വലിയ താല്പര്യമുള്ള വലിയ മികച്ച ഉദ്യോഗസ്ഥനാണ്. പക്ഷെ കയ്യിരിപ്പ് കൂടി നന്നായിരിക്കണ്ടേ? മികവ് മാത്രം പോരല്ലോ, കയ്യിരിപ്പ് കൂടി പ്രധാനമാണല്ലോ. എത്രയോ മഹാരഥന്മാർ ഭാരതം ഭരിച്ചിട്ടുണ്ട് IASകാരുമായിട്ടൊക്കെ. TN ശേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്ന ആളുകളല്ലേ. ഇന്ന് കാണുന്ന പുതിയ ഡൽഹിയുടെ രൂപമുണ്ടാക്കിയെടുത്തതിൽ മലയാളിയായ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ സംഭാവന ചെറുതാണോ? അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തെ ഗവൺമെൻറ്റുമായി സ്നേഹത്തിലും ഗവൺമെൻറ്റുമായി തർക്കത്തിലും വഴക്കിലും ഒക്കെ പോയപ്പോൾ ഏതെല്ലാം പോസ്റ്റിലിരുന്നു, എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കിയത്. ഇവിടെ എൻട്രൻസ് കമ്മീഷനായിരുന്നപ്പോൾ എൻട്രൻസിൻ്റെ പരിഷ്കാരങ്ങൾ, +2 ഹയർ സെക്കൻഡറിയുടെ പരിഷ്കാരങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ സ്വാശ്രയ മേഖലയിൽ ആരംഭിക്കുന്ന ബന്ധപ്പെട്ടതുള്ള പരിഷ്കാരങ്ങൾ, എത്ര പരിഷ്കാരങ്ങൾ. ജലപരിസ്ഥിതി സ്വദേശി സന്ദേശ യാത്ര, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ഒരുപാട്. മനുഷ്യനും പ്രകൃതിക്കും വികസനത്തിനും വേണ്ടി എന്തെല്ലാം കാര്യം ചെയ്ത വ്യക്തിയാണ് ശ്രീ അൽഫോൺസ് കണ്ണന്താനം. അതുപോലെ TN ശേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. K ജയകുമാർ IAS, SM വിജയാനന്ദൊക്കെ ജമ്മല്ലേ ഈ സംവിധാനത്തിൽ. ചീഫ് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നിട്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ സൗകര്യങ്ങൾ. കാമവും ക്രോധവും ലോഭവും മോഹവും പണവും സമ്പത്തും അഴിമതിയും അക്രമവും എല്ലാം കാണിക്കാൻ പറ്റുന്ന പോസ്റ്റല്ലേ. സംസ്ഥാനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലേ. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയുന്ന ആളല്ലേ. സെൻട്രൽ ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഈ IASകാരും IPSകാരും ഒക്കെ സെൻട്രൽ ഉദ്യോഗസ്ഥരായതുകൊണ്ട് അവിടെയും വലിയ സ്വാധീനമാണ്. ആൾ ഇന്ത്യ ബേസിൽ 500-520 പേരാണ് ഒരു കേഡറിലുണ്ടാവുക. അവർക്ക് തമ്മിൽ വലിയ ഐക്യമാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കാൻ കഴിയുന്നവരാണവർ. എന്താണ് എബ്രഹാമൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? എത്ര മോശമാണ്. റിട്ടയർ ആയതിനു ശേഷം ഗവൺമെൻറ് ഡ്യൂ റെക്കഗ്നേഷൻ കൊടുത്ത് വലിയ പോസ്റ്റുകളിലിരുത്തി വലിയ ശമ്പളം കൊടുത്ത് വലിയ സൗകര്യങ്ങൾ കൊടുക്കുന്നു. കുറച്ച് പേരാണെങ്കിൽ സ്ത്രീകളുമായിട്ട് വല്ലാത്ത ബന്ധങ്ങൾ വെച്ച് അവിഹിത ബന്ധങ്ങൾ, കുറച്ച് പേരാണെങ്കിൽ മദ്യപാനത്തിൻ്റെ ആളുകൾ, കുറേ പേരാണെങ്കിൽ ഇങ്ങനെ അഴിമതിയുടെ ആളുകൾ. എന്താണ് ഈ സംവിധാനത്തിൽ, സെക്രട്ടേറിയറ്റിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഇതിനെ നമ്മുടെ മുഖ്യമന്ത്രി ഇതിനെയൊക്കെ സംരക്ഷിക്കുകയാണോ? ഈ കേസ് വന്നപ്പോൾ തന്നെ, ഇങ്ങനെ ഒരു സംശയം വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി മാറ്റി നിർത്തേണ്ടേ? എത്ര പ്രഗത്ഭനാണെങ്കിലും മിടുക്കനാണെങ്കിലും അഴിമതിയായാൽ പിന്നെ ഇതെങ്ങനെയാണ്? സ്വജനപക്ഷപാതം, അഴിമതി, അനധികൃതമായ സ്വത്ത് സമ്പാദനം, അതിനു വേണ്ടിയിട്ടുള്ള പേക്കൂത്തുകൾ, ഇതൊക്കെ സർവീസിലിരുന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്നത് ആരുടെ ബലത്തിലാണ്? പൊളിറ്റിക്കൽ ബലത്തിലാണോ? അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് ചർച്ച ചെയ്യണ്ടേ? CPM ചർച്ച ചെയ്യണ്ടേ? CPI ചർച്ച ചെയ്യണ്ടേ? മറ്റ് ഘടകകക്ഷികൾ ഇത് ചർച്ച ചെയ്യണ്ടേ? എത്ര വിരോധാഭാസമാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് നമുക്ക് നാടിന് ഇനി പ്രതീക്ഷ? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെങ്കിൽ കറപ്റ്റഡ് ആണ്, അത് പിന്നെ അങ്ങനെ ആയിപ്പോയി. ഉദ്യോഗസ്ഥ സംവിധാനത്തിലും കറപ്ഷൻ ഉണ്ട്. പക്ഷേ എന്നാൽ IASകാരും IPSകാരൊക്കെ കുറേ ക്ലീൻ ഇമേജുകൾ ഉള്ളവരായിരുന്നു. ഒരു സൂരജ് IAS അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇരുന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, അഴിമതിയൊക്കെ നടത്തും. എന്നാൽ മഹാഭൂരിപക്ഷം അങ്ങനല്ല.
പക്ഷെ ഇപ്പോൾ എബ്രഹാമിനെ പോലുള്ള ആളുകളുടെ പേരെങ്ങനെയായി ഇതിലേക്ക് വരുന്നത്? ഉളുപ്പുണ്ടോ, നാണമുണ്ടോ എബ്രഹാമിനൊക്കെ? 24 മണിക്കൂറിനകത്ത് രാജിവെച്ചിട്ട് പോണ്ടേ? കോടതിയുടെ നൂലാമാലകളിൽ പിടിച്ച് നിരപരാധിത്വം തെളിയിക്കാനാണോ നിൽക്കുന്നത്? ഇതൊക്കെ ഡോക്ടർ കെ എം എബ്രഹാം IAS എന്നാണ് പറയുന്നത്. ഇവർക്കൊക്കെ ഉളുപ്പും നാണമില്ലയോ? എന്തൊരു നാടാണിത്! എത്ര മോശമാണ് ഈ സംവിധാനങ്ങൾ. കോടതികളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും ജുഡീഷ്യറിയുടെ കഥകളും പത്രലോകത്തും ഒരു കലികാലത്തിൻ്റെ വികലതകളെല്ലാം നമ്മൾ കാണുകയാണ്. ഒരു സ്ത്രീ വിചാരിച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകൾ വിചാരിച്ചാൽ ഈ സംവിധാനങ്ങളെ അട്ടിമറിക്കാം. ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള ഏതൊരാളിനെയും തള്ളിയിടാം. അതിൽ വീഴാൻ നിൽക്കുന്ന സംവിധാനങ്ങൾ. സ്വപ്നയും സരിതയൊക്കെ നമ്മൾ കേട്ട പേരുകളാണ് കേരളത്തിൽ. ചെറിയ ആളുകളുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, IASകാർ, ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥർ, അവരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കേസുകളെല്ലാം, സ്ത്രീകളുടെ വിഷയങ്ങളെല്ലാം വന്നത്. അതുപോലെ അഴിമതി, സ്വജനപക്ഷപാതം, അനധികൃത സ്വത്ത് സമ്പാദനം. പുതിയ തലമുറ ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, അവർക്ക് എന്ത് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്? ഇത് ഗൗരവകരമാണ്. സോറി IASകാർ, നിങ്ങളിങ്ങനെ തുടങ്ങരുത്. നിങ്ങൾ ആളുകൾക്ക് സന്ദേശം, നിങ്ങൾ സെലിബ്രിറ്റികളല്ലേ? നിങ്ങൾ എങ്ങോട്ട് പോയാലും വാർത്തയാണ്. നിങ്ങൾ നിന്നാൽ വാർത്ത, ഇരുന്നാൽ വാർത്ത, സെൽഫി എടുക്കൽ, നിങ്ങൾ വലിയ സെലിബ്രിറ്റികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു അന്തസ്സ് കാണിക്കണ്ടേ? അതിൻ്റെ അഭിജാത്യം കാണിക്കണ്ടേ? അതിന് അഭിമാനബോധം കാണിക്കണ്ടേ? ഒരു സെൽഫ് എസ്റ്റീം കാണിക്കണ്ടേ? ഒരു സ്വയം മതിപ്പ് വേണ്ടേ നിങ്ങൾക്ക്? ഉളുപ്പ് വേണ്ടേ? നാണം വേണ്ടേ? മാനം വേണ്ടേ? ഇതൊന്നും വേണ്ടേ നിങ്ങൾക്ക്? എന്തൊരു കഷ്ടമാണ് എബ്രഹാംമാർ കാണിക്കുന്നത്. മിസ്റ്റർ എബ്രഹാം, താങ്കൾ ഒന്നുകിൽ രാജിവെച്ച് പോകൂ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തു മാറ്റുമോ അദ്ദേഹത്തെ? എന്ത് സംവിധാനമാണ് ഇവിടെയുള്ളത്? വളരെ മോശമല്ലേ ഈ സംവിധാനങ്ങളൊക്കെ? ഇപ്പോൾ ഗൗരവതരമായി ഇതൊക്കെ ആലോചിക്കേണ്ടതാണ് നമ്മൾ. നമ്മുടെ സിവിൽ സർവീസിന് എന്ത് സംഭവിക്കുന്നു? മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാവാം. യുക്തമായ തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശിവശങ്കറിനെയും അവസരം കൈവിട്ടല്ലോ. അതുപോലെ മുഖ്യമന്ത്രി ഒഴിവാക്കുമായിരിക്കാം. പക്ഷെ ഒഴിവാക്കുന്ന മുമ്പേ രാജിവെച്ച് പോകുന്നതാണ് എബ്രഹാമിന് നല്ലത്. അതല്ലേ ഒരു മാന്യത? എന്തൊരു നാണക്കേടാണ്, എന്തൊരു ഗതികേടാണ്. ഭാര്യയുടെ പേരിൽ, സഹോദരൻ്റെ പേരിൽ, മക്കളുടെ പേരിൽ, നാട്ടുകാരുടെ പേരിൽ ഒക്കെ സ്വത്തുണ്ടാക്കുക. എന്തിനാണ് ഈ സ്വത്ത്? നിങ്ങൾ എന്താണ് അധികം ആഹാരം കഴിക്കുമോ, അധികം വസ്ത്രം ധരിക്കുമോ? നിങ്ങൾ എന്താണ് ഇത് സ്വത്തുണ്ടാക്കിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്? കഷ്ടമാണ് എബ്രഹാം. എനിക്ക് കൂടി അറിയാമെന്നുള്ളൊരു ഓഫീസറാണ്. വെരി സോറി ടു സേ, വളരെ കഷ്ടമാണ്. താങ്കളെപ്പോലുള്ള ആളുകൾ ഈ സിസ്റ്റത്തിൽ ഉണ്ടാവാൻ പാടുള്ളവരല്ല. പുഴുക്കുത്തുകളാണ്. കളഞ്ഞിട്ട് പോവുക, അതുമാത്രമേ കരണീയമായിട്ടുള്ളൂ. IAS അസോസിയേഷൻ ഉണ്ടല്ലോ, മുട്ടിന് കാര്യങ്ങളിൽ ഇടപെടുന്നവരാണല്ലോ. എവിടെ? യുവ IASകാരുണ്ടല്ലോ, യുവ IPSകാരുണ്ടല്ലോ. എവിടെയാണ് നിങ്ങൾ? ആത്മാഭിമാനബോധമുള്ളവരുണ്ടോ ഈ സിവിൽ സർവീസിൽ? ഇതൊരു സങ്കടകരമായ വാർത്ത. ഇത്ര വിഷമമുള്ളൊരു സംവിധാനമാണ്. എന്താണ് കേൾക്കുന്നത് ഈ നാട്ടിൽ? ഒന്നുകിൽ നിങ്ങളൊക്കെ വന്ന നാട്ടിൽ ജനിച്ച ഞങ്ങളെപ്പോലുള്ളവർ ഭാഗ്യം കെട്ടവർ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ഉള്ള നാട്ടിൽ നിങ്ങൾ ജനിച്ചു, അത് അങ്ങനെയായാലും ഞങ്ങൾ ഭാഗ്യം കെട്ടവർ. എന്തൊരു കഷ്ടമാണ്.